മണിപ്പൂരിൽ വീണ്ടും കലാപം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ, അതായത് മണിപ്പൂരിന്റെ വെസ്റ്റേൺ ഭാഗമായിട്ടുള്ള ഒരു ജില്ലയാണത്. അസം ബോർഡറാണ്. അവിടെ ശനിയാഴ്ച ആയുധധാരികളായിട്ടുള്ള ആക്രമികൾ നിരവധി വീടുകളും അതുപോലെ തന്നെ ചില സർക്കാർ ഓഫീസുകളും കത്തിച്ചതിനെ തുടർന്ന് വംശീയമായിട്ടുള്ള സംഘർഷം രൂക്ഷമായിട്ടുണ്ട്. ശനിയാഴ്ച നടന്ന കലാപത്തിൽ മണിപ്പൂർ 2 പോലീസ് ഔട്ട് പോസ്റ്റുകളും ഒരു ഫോറസ്റ്റ് ഓഫീസും കുറഞ്ഞത് 70ഓളം വീടുകളും അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ശനിയാഴ്ച പുലർച്ചെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സംസ്ഥാന പോലീസ് സംഘം ജില്ലയിലേക്ക് പോയിട്ടുണ്ട്. മോങ് ബാങ്, ലാംലായ്, ഗുനു എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ള 230ലധികം ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ചു. ഇപ്പൊ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. മണിപ്പൂരിലെ വംശീയ സംഘർഷം നടന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ ആക്രമണങ്ങൾ അവിടെ പൊട്ടിമുളയ്ക്കുകയാണ് വേണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ആക്രമണത്തിന് ഇരയായ 100 കണക്കിന് ആളുകൾ അസമിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞു. അതുകൂടാതെ തന്നെ 600ലധികം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ കച്ചാർ എന്ന് പറഞ്ഞ ജില്ലയിലേക്ക് പലായനം ചെയ്തിട്ടുമുണ്ട്. 59 വയസ്സുള്ള മെയ്ത്തിൻ കർഷകനായ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ് ഇപ്പൊ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മണിപ്പൂർ കത്തി അമരുന്ന ദൃശ്യങ്ങൾ 1 വർഷം മുൻപ് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് വീണ്ടും കലാപം പൊട്ടിമുളച്ചിരിക്കുന്നത്. മെയ്തികളും കുക്കികളും തമ്മിലുള്ള കുടിപ്പകയുടെ ആളിക്കത്തലാണ് മണിപ്പൂരിൽ നമ്മൾ കണ്ടത്. വിവസ്ത്രയാക്കി സ്ത്രീകളെ നടു റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന മൃഗീയമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണേണ്ടി വന്നവരാണ് നമ്മൾ. ഇനിയും അതുപോലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാതിരിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മണിപ്പൂരിന്റെ ജിയോഗ്രഫി അതുപോലെ തന്നെ മണിപ്പൂരിന്റെ ഹിസ്റ്ററി അറിയണം. ഇപ്പൊ മണിപ്പൂർ എന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഭൂരിഭാഗം അവിടെ ഹിൽ ഏരിയ ആണ്. അവിടെ താമസിക്കുന്ന ഭൂരിഭാഗം വർഗങ്ങളിൽപ്പെട്ടവരാണ് ഉള്ളത്. ഇപ്പൊ മണിപ്പൂരിന്റെ ഡൊമിനന്റ് ആയിട്ടുള്ള വിഭാഗമാണ് ഈ മെയ്ത്തി വിഭാഗം. ഈ ഒരു കമ്മ്യൂണിറ്റി മണിപ്പൂരിൽ 53% ഉണ്ട്. പക്ഷെ ഈ മെയ്ത്തി കമ്മ്യൂണിറ്റി ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ല. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവര് മെയ്തിൻ ഭാഷയാണ് സംസാരിക്കുന്നത്. ഈ ഒരു ലാംഗ്വേജ് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ആണ്. ഒഫീഷ്യലി നമ്മൾ പറയുന്നത് എന്താണ്? മണിപ്പൂരി ലാംഗ്വേജ് എന്നാണ്. ബാക്കി വരുന്ന 47 പോപ്പുലേഷനുമാണ് അവിടുത്തെ ട്രൈബൽ വിഭാഗം എന്ന് പറയുന്നത്. അവരാണ് ഈ കുക്കീസും വിഭാഗവും അതുപോലെ തന്നെ നാഗ വിഭാഗവും എല്ലാം. മെയ്തികളും കുക്കീസ് സോമീസും തമ്മിലുള്ള വലിയ വംശീയ കലാപം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് കഴിഞ്ഞ വർഷം മെയ് 3 മുതലാണ്. ആ ഒരു ആക്രമണത്തിൽ 200ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 50,000-ലധികം പേർ പലായനം ചെയ്യപ്പെടുകയും ചെയ്തു. ഇപ്പൊ മണിപ്പൂരിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ നടന്നപ്പോഴും ഈ ചിരിബാം എന്ന് പറയുന്ന ഇപ്പൊ നടക്കുന്ന സംഘർഷം നടക്കുന്ന പ്രദേശം താരതമ്യേന ശാന്തമായിരുന്നു. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വാഹന വ്യൂഹത്തിന് നേരെ തിങ്കളാഴ്ച പതിയിരുന്നാണ് ആക്രമണം നടത്തിയത്. അതിലൊരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻഫലിൽ നിന്നും ചിരിബാമിലേക്ക് പോവുകയായിരുന്ന ആ ഒരു വാഹനമാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ 1 വർഷമായിട്ട് മണിപ്പൂർ സമാധാനത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. 10 വർഷം മുൻപ് വരെ അവിടെ സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ തോക്ക് സംസ്കാരം അവിടെ അവസാനിച്ചതായിരുന്നു. എന്നാൽ സംസ്ഥാനം പെട്ടെന്നാണ് അവിടെ ആക്രമണം കണ്ടു തുടങ്ങിയത്. മണിപ്പൂരിലെ സാഹചര്യം മുൻഗണനയോടെ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അതിന് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു. വാഗ്ദാനങ്ങളായി മാത്രം നിലകൊള്ളാതെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇപ്പൊ മണിപ്പൂർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അത് അഭിമുഖീകരിക്കുക ചെയ്യുന്നുമുണ്ട്. മണിപ്പൂരിന്റെ പ്രശ്നത്തിൽ ഒരു തീരുമാനം കണ്ടെത്താൻ ഇനിയും സാധിച്ചില്ലെങ്കിൽ മണിപ്പൂർ പൂർണ്ണമായിട്ട് വംശീയ കലാപത്താൽ ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.